ഈ ചർച്ചയിൽ രാഹുൽ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ചരിത്രം പറയാം, പക്ഷെ തോന്നിയവാസം പറയരുത്. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകും. രാഹുൽ ഒരു ജനങ്ങളോടാണ് നിങ്ങൾ അഭിസംബോധന സംസാരിക്കുന്നത്. സൈമൺ ബ്രിട്ടോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിലെല്ലാം രാഹുൽ വളരെ മോശമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. സഖാവ് അഷ്റഫിന്റെ കാര്യത്തിൽ ഞാൻ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിന് രാഹുൽ ഉത്തരമേ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, കേരളത്തിലെ ക്യാമ്പസുകൾ അവനൊന്നും അറിയില്ല താമോ, അത്ര അതിന് മറുപടിയുള്ളൂ. നിങ്ങൾ ഇന്ന് എന്താ ഈ ചർച്ചയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്റെ സമയം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെറുതെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ നോക്കല്ല. ശരിയല്ല, ഇത് ശരിയല്ല. ചരിത്രം രാഹുലിനെ പോലുള്ള ഒരാൾ ചർച്ചയിൽ ഞാൻ പറയട്ടെ, ഭാഗമല്ല. അങ്ങനെ പറയരുത്. രാഹുൽ സിപിഎമ്മിന്റെ സമരത്തിൽ പറയുമോ? ശരിയായ രീതിയല്ല. വിജയൻ പറഞ്ഞോളൂ. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി ഈ ചർച്ചയിൽ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കരുത്. ഞങ്ങൾ ഈ ചർച്ചയിൽ ജനാധിപത്യപരമായി പങ്കെടുക്കുകയാണ്. രാഹുൽ, നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ മതി. അഭിമന്യുവിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഇല്ലാതെ പോയത്? പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? നിങ്ങൾ ഒരു മാധ്യമ വാർത്തകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ അതിന്റെ കേസ് ഞാൻ അഭിമന്യുവിന്റെ വിജയൻ അതിന് മറുപടി പറയൂ. ഒന്നാം പ്രതി രണ്ടാം പ്രതി പിടിയിലായിട്ടുണ്ടോ? മറുപടി പറയൂ. ഞാൻ ചർച്ചയ്ക്ക് പങ്കെടുക്കില്ല. ഇല്ല, മറുപടി പറയൂ വിജയൻ പ്ലീസ്. സാർ, ഇനി ഒരു നിമിഷമല്ല ഞാൻ ഇവിടെ നിൽക്കില്ല സാർ. താൻ നിൽക്കില്ല സാർ, ഞാൻ പോവാണ് സാർ. പോട്ടെ സാർ.